ബി.ജെ.പിയുടെ നേതൃത്വത്തിലുള്ള NDA മുന്നണി ലോക്സഭയിലും രാജ്യസഭയിലും 2/3 ഭൂരിപക്ഷം തികച്ചുകൊണ്ട് സുപ്രധാന ഭേദഗതി ബില്ലുകൾ പാസാക്കിയെടുക്കാനുള്ള തന്ത്രമാണ് ഇപ്പോൾ മെനഞ്ഞെടുക്കുന്നത്. ലോക്സഭയിൽ 352 ഉണ്ടെങ്കിൽ 2/3 ആവുകയാണ്. അത്തരത്തിൽ വരാൻ ഇനി അവശേഷിക്കുന്നത് 4 വോട്ടുകളുടെ മാത്രം കുറവാണ്. സ്റ്റാലിന്റെ DMK-യുടെ 22 MP-മാർ കൂടി ഒപ്പം ചില കണ്ടീഷൻസ് മുൻനിർത്തി ഭേദഗതി ബില്ലുകളെ പിന്തുണച്ചാൽ ബി.ജെ.പിയുടെ ഉദ്ദേശം നടക്കും എന്നാണ് ലോക്സഭയിൽ ഇപ്പോൾ കണക്കുകൾ, അതായത് തെളിവുകൾ വ്യക്തമാക്കുന്നതായി പറയുന്നത്. പക്ഷെ അത്തരത്തിലൊരു സാങ്കേതിക കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ DMK എങ്ങനെ ബി.ജെ.പിയെ പിന്തുണയ്ക്കും? DMK-യുടെ അസ്തിത്വം തന്നെ ഇല്ലാതാകും എന്നുള്ളതിന് സംശയമില്ല. DMK-യുടെ വോട്ട് ഷെയർ പ്രതിപാദിക്കുന്ന ഒരു കാര്യമുണ്ട്. DMK-യുടെ വോട്ടുകൾ മതേതര വോട്ടുകളാണ്. അതുപോലും പിളർന്ന് നാമാവശേഷമായാൽ തീർച്ചയായും തമിഴ്നാട്ടിൽ അതിന്റെ ഗുണം മുഴുവനായും തമിഴക വെട്രി കഴകത്തിനും ഒക്കെയായി ലഭിക്കും. ഇനി രാജ്യസഭാ സീറ്റുകളുടെ കാര്യം നോക്കൂ. ഏറ്റവും ഒടുവിൽ രാജ്യസഭാ സീറ്റുകളിൽ ബീഹാറിൽ നടന്ന വോട്ടെടുപ്പിൽ 6 MP-മാരെ ജയിപ്പിച്ചെടുക്കാൻ ബി.ജെ.പിക്ക് കഴിയുന്നു, NDA-ക്ക് കഴിയുന്നു. ജാർഖണ്ഡിൽ അവിടെ അപ്രതീക്ഷിതമായി കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി ബി.ജെ.പിയുടെ സ്വതന്ത്രൻ വിജയിക്കുന്നു. ഇതെല്ലാം വിളിച്ചോതുന്നത് എന്താണ്? ജാർഖണ്ഡിൽ ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തിയതിന് കാരണമായത് ബി.ജെ.പിയുടെ നോമിനിയായ വ്യക്തി അദാനിയുടെയും അംബാനിയുടെയും ഒക്കെ വിശ്വസ്തനായിട്ടുള്ള, അവരുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ആ വ്യക്തിക്ക് വേണ്ടി കോടികൾ മുടക്കാൻ വരെ മടിയില്ലാത്ത വലിയ ഒരു രാഷ്ട്രീയ കോർപ്പറേറ്റ് സ്വാധീനമുള്ളത് കൊണ്ട് തന്നെയാണെന്ന് വ്യക്തം. പക്ഷേ കോൺഗ്രസ് ചില കാര്യങ്ങളിൽ തിരുത്തൽ നടത്താത്തതും അവർക്ക് വിനയാകുന്നുണ്ട്. ഉദാഹരണത്തിന് മല്ലികാർജുൻ ഖാർഗെയുടെ ഓഫീസ് ബെയററെ അല്ല രാഷ്ട്രീയപരമായി രാജ്യസഭയിലേക്ക് അയക്കേണ്ടത്. കോൺഗ്രസിന് വേണ്ടി തെരുവിലിറങ്ങി പോരാടുന്ന, കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്ന സാധാരണക്കാരനായ ഒരു ജാർഖണ്ഡുകാരനെ ആയിരുന്നു കോൺഗ്രസ് അവിടെ സ്ഥാനാർത്ഥിയാക്കിയിരുന്നെങ്കിൽ ക്രോസ് വോട്ടിംഗ് നടക്കില്ലായിരുന്നു. ഇത്തരത്തിൽ പലയിടത്തും പടുപരാജയങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. ബംഗാളിൽ 20ഓളം MP-മാർ പ്രത്യേക ബ്ലോക്കായി പ്രത്യേകമായ താൽക്കാലിക ഒരു പാർട്ടി സെറ്റപ്പിൽ NDA-യുടെ ഭാഗമായി നിൽക്കുന്നു. ഇതെല്ലാം യാഥാർത്ഥ്യമാകുന്നത് എങ്ങനെയാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഓരോ സംസ്ഥാനങ്ങളിലും അവരുടെ പെർഫോമൻസ് റേറ്റിനെ മാത്രമല്ല, അതിലെ നേതാക്കളുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ടും പരാജയം ഏറ്റുവാങ്ങുന്നുണ്ട്. AICC-യിൽ വലിയ ചോദ്യമാണ് ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഖാർഗെയ്ക്ക് നേരെയും KC വേണുഗോപാലിന് നേരെയും ഉണ്ടാകുന്നത്. അടിയന്തരമായി സംഘടന പൊളിച്ചെഴുതേണ്ടത് അനിവാര്യമാണ്. എന്നാൽ അത് ആരെയും താറടിച്ചുകൊണ്ടല്ല, പരസ്പര വിശ്വാസത്തോടെ തെരഞ്ഞെടുപ്പിലൂടെ സംഘടന പുതിയ ചുമതല അതിലെ പ്രധാനികളെ ഏൽപ്പിക്കുക.